ചിലപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് നോക്കിയിട്ട് എക്സാംസിനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാംസിനൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് കേൾക്കുമ്പോൾ ഇത് രസമുണ്ട്, അപ്പോൾ നമ്മൾ ആ ഉത്തരം എഴുതും. അത് കൊള്ളാം, പക്ഷെ അത് കുറച്ചുകൂടി സ്ട്രെങ്ത് വരുന്നത് നമ്മൾ ഗ്രാമർ SSCക്കൊക്കെ വരുന്നത് എന്തായാലും നല്ല ബേസിക്സ് അറിഞ്ഞ് തന്നെ, ഗ്രാമർ അറിഞ്ഞ് തന്നെ അതിനകത്ത് ആൻസർ എഴുതാൻ പറ്റും. SSC വരുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, എന്നാൽ ടെക്നിക്കലി അത് തെറ്റായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the rainbow dash in 7 colors. രണ്ട് ഓപ്ഷൻ ഉണ്ട്, appears അല്ലെങ്കിൽ appearing. സദ്ഗുരുവേ ശരണം. ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ SSC എക്സാം വരാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവരെല്ലാം SSC ആസ്പിറൻസ് ആണ്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ആ ഒരു പഠനം എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളത് പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഗെയിം രീതിയിൽ നമ്മൾ തുടങ്ങുകയാണ്. ഒരു വാം അപ്പ് സെഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ്. ഇപ്പൊ ടെൻസസ് ആണല്ലോ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു ടെൻസസ് ഗെയിമിലൂടെ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റും കൂടെ ആവട്ടെ. വൈ ഡോണ്ട് വി സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ എ ജോയ്ഫുൾ വേ. അപ്പൊ നമുക്ക് നോക്കാം അത് എത്രമാത്രം അത് ശരിയാവും എന്ന് നമുക്കൊന്ന് നോക്കാം. So hi everyone. See, here we are basically trying to cover the English syllabus, particularly the English syllabus of the upcoming SSC examinations. So there is a certain pattern which we need to follow to crack the SSC examination, and English is a very important aspect of that. So here we are just trying to cover all those aspects and the syllabus of English. So welcome, and this is my first time. I'm not that used to coming in front of the camera, so please forgive the obvious mistakes. So that's what we are basically trying here. So welcome everyone. അപ്പോൾ let's begin with simple present tense. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് അതിന്റെ പേരെങ്കിലും അത് ഒരുവിധം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടെൻസ് ആണ് എല്ലാവർക്കും. കാരണം അതിലാണ് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടി വരാറ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഗെയിമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഓരോ ടെൻസസും എങ്ങനെയാണ് പോകുന്നത് അതനുസരിച്ച് നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഫോമാറ്റ് ഞാനിവിടെ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓരോ വേർഡ്സ് നമ്മൾ പറയും, ആ വേർഡ്സ് ജോയിൻ ചെയ്തുകൊണ്ട് കറക്റ്റ് ടെൻസ് വരുന്ന ഓരോ സെന്റൻസ് നമ്മളിവിടെ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഫോമാറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന സെന്റൻസുകൾ ആ ഫോമാറ്റിനനുസരിച്ചാണോ എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ തെറ്റ് വരികയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഇതാണ് രണ്ട് ഫോമാറ്റ്സ് ഉണ്ടാവും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒന്ന് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. രണ്ടാമത്തെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. അപ്പം ഇതാണ് അതിന്റെ ഫോമാറ്റ്. ഇത് നോക്കുക, ഇത് ഞങ്ങൾ കറക്റ്റ് സ്ട്രിക്ട്ലി ഞങ്ങൾ ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സബ്ജക്ട് പ്ലസ് V1 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ V1 എന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. V1, V2, V3 ഇങ്ങനെ 3 ഫോംസിലാണ് വേർബ്സ് ഉള്ളത്. ഇന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്ന വേർബ് ഏതാണ് പുഷ്പ? റൈറ്റ്. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ജനലക്ഷ്മി? റൈറ്റ് മാത്രമേ ഉള്ളൂ? റൈറ്റ്സ്. അപ്പൊ V1 എന്ന് പറയുമ്പോൾ അത് റൈറ്റ് ആൻഡ് റൈറ്റ്സ് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് എസ് കൂടെ ചേർന്നത്, അതാണ് എസ് ഫോം ഓഫ് ദ വേർബ്. ഇവിടെയാണ് എല്ലാവർക്കും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഏത് വേർബ് ചേർക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ജസ്റ്റ് ചെറിയൊരു ഗെയിമിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്നതിന് V1 ഫോമിൽ രണ്ട് ഫോംസ് ആണുള്ളത്, റൈറ്റ് ആൻഡ് റൈറ്റ്സ്. പിന്നെ വാട്ട് ഈസ് ദ V2 ഫോം ഓഫ് റൈറ്റ് ഗുരുകൽപ്പന? റോട്ട്. ഓക്കെ, അതിന് പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ദ V3 ഫോം? റിട്ടൺ. സോ വാട്ട് ഈസ് ഇറ്റ് അതർവൈസ് കോൾഡ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണുമല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് തന്നെയാണ് V3. അപ്പോൾ ഇവിടെ V1 ഫോമിന്റെ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ബാക്കിയൊക്കെ എല്ലാവരും മറന്നേക്കുക. നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1 ഫോം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ രണ്ട് ഫോംസ് വരുന്നു. V1ൽ രണ്ടെണ്ണം വരുന്നു, റൈറ്റ് ആൻഡ് റൈറ്റ്സ്. അതാണ് നമുക്കുള്ള ടാസ്ക്. അത് സെലക്ട് ചെയ്യും. So basically there are two formats of simple present. The first one being subject plus is or are
or am plus the rest of the sentence. The second one being subject plus V1 plus the rest of the sentence. Now basically the question is, what is V1? V1 basically has two formats, write and writes. And writes is the S format of that. So this is also called the root form of the verb. This V1 is also called the root form of the verb. With subjects like I, you, we, they, we have to use the verb write without S. Please note this. Okay. And with subjects he, she, it and singular nouns, we have to use writes. So this is all about simple present tense. Okay. So welcome to English Guru's brand new episode. I am Asha Ladha Srijit. നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ രണ്ട് ഫോർമാറ്റ്സിലും സെന്റൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് ഏത് സബ്ജക്റ്റിന് ഏത് വേർബ് ചേരും അതനുസരിച്ച് ചേർക്കുക, സെന്റൻസ് മീനിങ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കുക. ഇതാണ് പ്രോപ്പർ മീനിങ്ഫുൾ സെന്റൻസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ഓരോരുത്തർ ഓരോ വേർഡ് ആയിരിക്കും പറയുന്നത്, അതനുസരിച്ച് മാച്ച് The verb we have chosen for that is write. Right. Write വെച്ചിട്ടായിരിക്കും നമ്മളൊരു പ്രോപ്പർ സെന്റൻസ് articulate ചെയ്യുന്നത്. Yes. So let's start with the first format of simple present tense, that is subject plus is or am or are plus rest of the sentence. Okay. So Janlashmi, I am A writer. I am a writer. Okay. You are A writer. We are writers. Writers. Okay. Because it is we, so plural. you should use the noun writers. Okay. Plural ഉണ്ടല്ലേ? Plural. They Are Writers. again, subject is they, so writers. They are writers. Bruno and Lassie Are writers. writers. Yeah, writers. Okay. Now let's move on to the singular subjects. he is A writer. I she ഇതിനകത്ത് ഇത് he, she, ഇറ്റും സിംഗുലർ ആണ്. അപ്പൊ ഒന്നുകൂടെ. It is a writer's pen. ഇറ്റ് ഈസ് എ റൈറ്റേഴ്സ് പെൻ. അപ്പൊ ഇവിടെ ഇറ്റ് ആയതുകൊണ്ട് നമുക്കത് മനുഷ്യരെ, വ്യക്തികളെ നമുക്ക് അത് ഉപയോഗിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ animals. ആനിമൽസിനെ ഉപയോഗിക്കാം. സോ അപ്പൊ ഇവിടെ റൈറ്റ് എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇറ്റ് ഇസ് എ റൈറ്റേഴ്സ് പെൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇറ്റ് ഈസ് എ റൈറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇതല്ലല്ലോ. Because sentient being അല്ലാത്ത ഒരു ഓർഗാനിസം ഒരു റൈറ്റർ ഒന്നും ആവില്ല. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. Okay, so it is a writer's pen. So now let's move on to the second format of simple present tense, and that is subject plus V1 plus the rest of the sentence. That is object or predicate, whatever it is, the rest of the sentence. Okay, I okay. So which is suitable for I write novels. ഹിയർ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ഇവിടെ ഐ സിംഗുലർ ആണെങ്കിലും ഐക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഐയുടെ കൂടെ നമ്മൾ റൈറ്റ് എന്നാണ് ഉപയോഗിക്കുക. അത് ഇതിൻ്റെ ഒരു റൂളാണ്. ഗ്രാമാറ്റിക്കലി ഇതാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾ. അതുകൊണ്ടാണ് ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ റൈറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെ, ഐ റൈറ്റ് നോവൽസ്. ഓക്കെ, you write നോവൽസ്. ഇവിടെ യു എന്ന് പറയുമ്പം അത് സിംഗുലറും ആവാം, മുൻപിലിരിക്കുന്ന കുറെ പേരെയും നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കാം. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. യു പീപ്പിൾ എന്ന് പറഞ്ഞ നമ്മൾ അഭിസംബോധന ഇപ്പൊ ഒരു പ്രസംഗിക്കുമ്പോഴത്തേക്കും യു പീപ്പിൾ ഷുഡ് ബി അവെയർ എന്ന് പറഞ്ഞാൽ ഒറേറ്റേഴ്സ് പ്രസംഗിക്കില്ല. അപ്പൊ ഇറ്റ്സ് അഡ്രസ്സിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയും വരാം, അല്ലെങ്കിൽ സിംഗുലർ ആയിട്ട്. അപ്പം ഇവിടെ സിംഗുലർ ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? യു ആർ എ റൈറ്റർ എന്ന് പറഞ്ഞു. ഇനി ഒരാളെ അല്ല, കുറെ പേര് റൈറ്റേഴ്സ്, എഴുത്തുകാർ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് എങ്കിൽ എങ്ങനെ പറയും എന്നറിയോ? യു ആർ റൈറ്റേഴ്സ് എന്ന് പറയും. അവിടെ യു പ്ലൂറൽ ആണ്. അത് കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ എ വേണ്ട, യു ആർ റൈറ്റേഴ്സ്. ഓക്കെ, വി write stories. ഓക്കെ, ദേ റൈറ്റ് നോവൽസ്. ഇനി ജനലക്ഷ്മി, ബ്രൂണോ ആൻഡ് ലാസി. Bruno and Lassie റൈറ്റ് നോവൽസ്. നൗ എസ് ഫോം ഓഫ് ദ വേർബ് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങാം. he writes ഹി റൈറ്റ്സ് നോവൽസ്. നോവലുകൾ എഴുതാറുണ്ട്. അപ്പൊ അവിടെ നോവൽസിൽ ഇപ്പം എസ് വന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നോവലുകൾ എഴുതാമല്ലോ ഒരാൾക്ക്, അയാൾ നോവലുകൾ എഴുതാറുണ്ട്. ഹി റൈറ്റ്സ് നോവൽസ്. അവിടെ നോവൽസ് അല്ല, അവിടുത്തെ വേർബിന്റെ എസ് ഫോം ഒന്നും തീരുമാനിക്കുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ, അതാണ് ഹി, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ്. കർത്താവ്, അതാണ് സബ്ജക്ട്. അപ്പം ഓക്കെ. She writes novels. Novels. She writes novels. Then it. When subject it comes. Writes. Smoothly. It writes smoothly. ഇപ്പോൾ ഒരു പേന, നമ്മളൊരു കടയിൽ ചെന്നിട്ട് നമ്മളൊരു പേന ചൂസ് ചെയ്യുമ്പോൾ ഈ പേന എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ദിസ് ഇസ് നൈസ്, ഇറ്റ് റൈറ്റ്സ് സ്മൂത്ത്ലി. അതിന്റെ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ഒരു ജഗ് ആണെങ്കിൽ the jug holds water. ജഗ് ഇറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത് പറയുമ്പോൾ ആ ജഗ് കൊള്ളാം, ദാറ്റ് ജഗ് ഇസ് നൈസ്, ഇറ്റ് ഹോൾഡ്സ് എ ലോട്ട് ഓഫ് വാട്ടർ. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ ഇറ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും തിങ്സിനാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇറ്റ് റൈറ്റ്സ് സ്മൂത്ത്ലി. സെന്റിയന്റ് അല്ലാത്ത മറ്റു ഓർഗാനിസംസിനും. ഓക്കെ. Bruno റൈറ്റ്സ് നോവൽസ്. അപ്പോൾ നമ്മൾ ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ട് എല്ലാവരും ആ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ക്ലാപ്പിംഗ് കൊടുക്കൂ. വെൽ ഡൺ. ഇതില് തെറ്റിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ nobody will know. നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റി. നിങ്ങൾ ആരും ഒരിക്കലും കാണില്ല. കാരണം ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നോർമലി ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാം, എന്തിനൊക്കെയാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ 2-3 എക്സാമ്പിൾസും ഒപ്പം കുറച്ച് അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വന്നിരിക്കുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് നമ്മളിവിടെ പറയാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ എക്സാമ്പിൾസും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ SSCയുടെ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പ്രീവിയസ് ഇയേഴ്സും അല്ലെങ്കിൽ SSC സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സർട്ടൺ പാറ്റേൺ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പൊ ഇതല്ലാതെ ഇപ്പോൾ നമ്മളിതിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പം നമ്മൾ വി ആർ കളക്ടിങ് എ ലോട്ട് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സർട്ടൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇനി വരുന്ന എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഇപ്പൊ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് ബേസിക്കലി ജോലി കിട്ടണമെന്നുള്ളൊരു എയിം വെച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വി ഓബിയസ്ലി ട്രൈ അവർ ബെസ്റ്റ് ടു കളക്ട് ദ ബെസ്റ്റ് മെറ്റീരിയൽസ്. സോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ് ആണ്. അപ്പോൾ വിത്ത് എക്സാമ്പിൾസ്. ഇപ്പോൾ പുഷ്പ ഒന്ന് പറയാമോ? It expresses a habitual or repeated action. As an example, I wake up at 5 AM in the morning. നമ്മളുടെ ഹാബിറ്റ് ആണ്, ശീലങ്ങൾ. ഓക്കെ. ഇനി അടുത്തൊരു യൂസ് പറയാമോ? To express a general truth. ജനറൽ ഒരു ഫാക്ടിനെ ഡിനോട്ട് ചെയ്യാൻ അത് യൂസ് ചെയ്യും. The sun rises in the east. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണല്ലോ, അതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നു. പിന്നെ to denote future actions already planned. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പറയാൻ നമ്മൾ ഇത് ഉപയോഗിക്കും. അത് ആ കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തത് വളരെ അടുത്ത ഫ്യൂച്ചറിൽ, അങ്ങ് ഒരുപാട് കാലം കഴിഞ്ഞുള്ള വെരി നിയർ ഫ്യൂച്ചർ, വെരി നിയർ ഫ്യൂച്ചർ. ഇപ്പൊ ഇന്നോ നാളെയോ ഒക്കെ നമ്മൾ ആ ഒരു വെറുതെ ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാം. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. എന്താ ഒരു എക്സാമ്പിൾ പറയുമോ പുഷ്പ? Tomorrow my sister leaves for Chennai. ടുമോറോ മൈ സിസ്റ്റർ ലീവ്സ് ഫോർ ചെന്നൈ. അപ്പൊ ടുമോറോ എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ ലീവ്സ് വന്നു? ഇത് പ്രസന്റ് അല്ല. അപ്പൊ മനസ്സിലാക്കേണ്ടതാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ച് നമുക്ക് നിയർ ഫ്യൂച്ചർ പ്ലാൻഡ് ആയിട്ടുള്ളത് പറയാം. ഓക്കെ. ഇതൊക്കെ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ in exclamatory sentences നമുക്ക് ആശ്ചര്യത്തോടെ how quickly he walks. ഹൗ ക്വിക്ലി ഹി വാക്സ്. എത്ര വേഗമാണ് അവൻ നടക്കുന്നത്. അത് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാം, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. First question, the rainbow dash in 7 colors. 2 ഓപ്ഷൻ ഉണ്ട്, appears അല്ലെങ്കിൽ appearing. ഏതാണ് ഇതിൽ ശരി ഉത്തരം? അപ്പിയേഴ്സ്. എന്തുകൊണ്ട് അപ്പിയറിംഗ് വന്നില്ല? അപ്പിയറിംഗ് എന്നുള്ളൊരു വേർബ് വരണമെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് ഈസ് ഉണ്ടായിരിക്കണ്ടേ അവിടെ. അപ്പൊ എന്തുകൊണ്ട് അവിടെ അപ്പിയറിംഗ് വന്നില്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ഈസ് അതിന്റെ ഇടയിൽ ഇല്ല, ഒന്നാമത്തെ കാര്യം. അത് വിടും. അതല്ലാതെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതാണ് അതിന്റെ ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ. അതാണ്. രണ്ടാമത് ഇതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ഇസ് എന്ന് പറയുന്ന വാക്ക് അങ്ങനത്തെ ജോയിനിങ് വേർഡ്സ് അവിടെ ഇല്ല. ഈസ് വന്നാൽ മാത്രമേ തൊട്ടപ്പുറത്ത് ING ഫോമിൽ നമുക്ക് ഒന്ന് എന്താ പറയാ കൺസിഡർ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പൊ അത് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും അപ്പിയേഴ്സ് ആണ്. കാരണം റെയിൻബോ സിംഗുലർ ആയതുകൊണ്ട് അപ്പിയേഴ്സ്. അടുത്തത്, I always dash coffee without sugar.
ഐ ഓൾവേസ് ഡാഷ് കോഫി വിത്തൗട്ട് ഷുഗർ. Sugar. രണ്ട് ഓപ്ഷൻ, ടേക്കിംഗ് അല്ലെങ്കിൽ ടേക്ക്. ടേക്ക്. അപ്പൊ ഇവിടെ ഐ ആണ് വന്നത്, അതുകൊണ്ട് തന്നെ ടേക്ക് ആണ് ഇവിടെ. ടേക്ക് ആണ് വരിക. അപ്പൊ ഐ ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ്, ഹാബിറ്റ് ആണല്ലോ. നമ്മൾ ആദ്യം ഇതിന്റെ കുറെ ടെക്നിക്കൽ ഒരു വശം പഠിച്ചു വരുമ്പോൾ അവസാനം നമുക്ക് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് വരും ബ്രെയിൻ മെമ്മറിയിൽ അല്ലെങ്കിൽ മസിൽ മെമ്മറിയിൽ ഇതിന്റെ ഒരു ആൻസർ കിട്ടും. മോസ്റ്റ്ലി എല്ലാം അങ്ങനെ കിട്ടുന്നില്ല, ചില കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് തന്നെ നോക്കണം. ബട്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ ഈ ടെക്നിക്കാലിറ്റി പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്കിത് നാച്ചുറൽ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നാച്ചുറൽ അത് കിട്ടും. അപ്പൊ ഐ ടേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ ഡാഷ് ഫോർ സമ്മർ ഹോളിഡേസ് ഓൺ 31st March. രണ്ട് ഓപ്ഷൻ, ക്ലോസ്ഡ് അല്ലെങ്കിൽ ക്ലോസസ്. ക്ലോസസ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സമ്മർ ഹോളിഡേസിൽ അടയ്ക്കും? എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ, സമ്മർ ഹോളിഡേസിന് 31st March എല്ലാ സ്കൂളും അടയ്ക്കുന്നത്. അപ്പൊ അതൊരു ജനറൽ ആയിട്ട് അല്ലെ, ഒരു നോർമൽ ആയിട്ട് സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അവിടെ ക്ലോസ്ഡ് എന്തുകൊണ്ട് വരുന്നില്ല? ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അടച്ചു എന്നാണ്. അപ്പൊ അടച്ചു എന്ന് പറഞ്ഞെങ്കിൽ ദ സ്കൂൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സ്കൂൾ ക്ലോസ്ഡ്, അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞ തീയതിയിൽ അത് അടച്ചു. ഏപ്രിൽ മാസത്തിൽ ആണ് നമ്മളിപ്പം സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ദ സ്കൂൾ ക്ലോസ്ഡ് ഓൺ March 31st എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അത് പാസ്റ്റ് ആയി. അപ്പൊ അത് അവിടെയാണ് ക്ലോസ്ഡ് വരുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡെത്ത് ഡാഷ് ഹിസ് ഐസി ഹാൻഡ് ഓൺ ഓൾ. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലെയ്ഡ് അല്ലെങ്കിൽ ലേസ്. ലേസ്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതൊരു അല്ല, ബിക്കോസ് ഡെത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഇന്നെവിറ്റബിൾ തിങ് ആണ്. അതൊരു ഒരു ട്രൂത്ത് ആണ്. ജനറൽ. എല്ലാരും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത് ഇസ് ദാറ്റ് പേഴ്സൺ വിൽ ഡൈ. സോ അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. ദ കേരള എക്സ്പ്രസ് ഡാഷ് ബിറ്റ്വീൻ ട്രിവാൻഡ്രം ആൻഡ് ന്യൂ ഡൽഹി. ഓപ്ഷൻസ്, റൺ അല്ലെങ്കിൽ റൺസ്. റൺസ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം അവിടെ കേരള എക്സ്പ്രസ് അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ സിംഗുലർ ആണ്, റൺസ്. ഇതുപോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. കാരണം ഈ ഒരു സമയത്ത് ആ ട്രെയിൻ പോകത്തുള്ളൂ, ഈ സമയത്താണ് ആ ട്രെയിൻ. ചിലപ്പോൾ നമ്മളിങ്ങനെ വായിച്ചു നോക്കിയിട്ട് എക്സാംസിനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാംസിന് നമ്മൾ വായിച്ചു നോക്കിയിട്ട് കേൾക്കുമ്പോൾ ഇത് രസമുണ്ട്, അപ്പൊ നമ്മൾ ആ ഉത്തരം എഴുതും. അത് കൊള്ളാം, പക്ഷെ അത് കുറച്ചുകൂടി സ്ട്രെങ്ത് വരുന്നത് നമ്മൾ ഗ്രാമർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ SSC ഒക്കെ വരുന്നത് എന്തായാലും നല്ല ബേസിക്സ് അറിഞ്ഞ് തന്നെ, ഗ്രാമർ അറിഞ്ഞ് തന്നെ അതിനകത്ത് ആൻസർ എഴുതാൻ പറ്റും. SSC വരുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, എന്നാൽ ടെക്നിക്കലി അത് തെറ്റായിരിക്കും. So see you in the next video. Until then, you take care. Sadguru Sharanam.